ഹലോ ഹലോ മച്ചന്മാരെ, കുറെ നാളായി നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പൊ സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ വ്ളോഗിനുള്ളൊരു കണ്ടന്റ് ഭയങ്കര ഭയങ്കര അടിപൊളി വ്ളോഗേഴ്സ് ഒക്കെ ഉള്ളപ്പോ നമുക്കൊരു അറിയാൻ പോലത്തൊരവസ്ഥ. അപ്പൊ അത് കാരണം വ്ളോഗിങ് ഒക്കെ നിർത്തി ജോലി തിരക്കുകളിലേക്ക് പോണായിരുന്നു. എന്നാലും ഇപ്പൊ പെട്ടെന്നൊരു വ്ളോഗ് ചെയ്യാന്ന് വിചാരിക്കുന്നു. എന്തോരം ആകുമെന്നറിയില്ല. നിങ്ങളെല്ലാവരും പോയ പോലെ ഞാനും ഇന്ന് ആദ്യമായിട്ട് തായ്ലാൻഡിൽ പോകുന്നതാണ്. ഞങ്ങള് ഉദ്ദേശിക്കുന്ന 6-ാം തീയതി ഇന്ന് രാത്രി ആണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റ്. ഇവിടെ നമ്മൾ നാളെ രാവിലെ ബാങ്കോക്ക്, അവിടെ നിന്ന് ഫുക്കറ്റിലാണ് നമ്മൾ ആദ്യത്തെ 4 ദിവസം ഫുക്കറ്റിലാണ്. അവിടെ നിന്ന് ബാങ്കോക്കിൽ 2-3 ദിവസം അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഫുക്കറ്റിന്റെയും ബാങ്കോക്കിന്റെയും തായ്ലൻഡിന്റെയും വിശേഷങ്ങളുമായി നമ്മൾ വീണ്ടും എത്തുന്നു. എല്ലാവരും കാണണം. ഓക്കെ. അങ്ങനെ നമ്മൾ കൃത്യസമയത്ത് തന്നെ നെടുമ്പാശ്ശേരിയിലെത്തി. നമ്മുടെ എയർ ഏഷ്യ ഫ്ലൈറ്റിൽ കയറി. ഇപ്പോൾ പീറ്റപ്പനാണ് അടുത്തിരിക്കുന്നത്. ഞങ്ങൾ പീറ്റപ്പൻ എന്ന് സ്നേഹത്തോടെ ഇങ്ങനെ പീറ്റർ. ഏതാണ്ട് അതിരാവിലെ തന്നെ ഞങ്ങൾ ബാങ്കോക്കിലെത്തി. എയർ ഏഷ്യ അവിടെ നിന്ന് ഉടനെ തന്നെ ഞങ്ങൾക്ക് പുറപ്പെടണം. അവിടെ നിന്ന് ഫുക്കറ്റിലേക്ക് 6:45 ഫ്ലൈറ്റ്. ഓടിപ്പടച്ചാണ് ഫ്ലൈറ്റിൽ കയറിയത് ഒരു കണക്കിന്. അങ്ങനെ ഞങ്ങൾ ഫുക്കറ്റിലേക്കുള്ള എയർക്രാഫ്റ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നല്ല വളരെ ഓടിപ്പിടിച്ചുള്ളൊരു ടെൻഷനുണ്ടായിരുന്നു. 5 മിനിറ്റ് 10 മിനിറ്റത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു 2 ഫ്ലൈറ്റും തമ്മിൽ. ഇതാ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞങ്ങൾ അങ്ങോട്ടേക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങണേണ്. നല്ല സ്വീകരണവും ഹോസ്പിറ്റാലിറ്റിയൊക്കെ ആയിരുന്നു. അല്പം സൗകര്യങ്ങൾ സീറ്റിങ്ങിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും എൻ്റെ ബാഗ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എടുത്തു. അപ്പോൾ ഞങ്ങൾ ഫുക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങിയിരിക്കുന്നു. ഇവിടെ നിന്ന് ഒരുപാട് സിം കാർഡുകൾ, മണി എക്സ്ചേഞ്ച് സെൻറ്റേഴ്സൊക്കെ ഉണ്ട് ഒരുപാട്. അങ്ങനെ ഞങ്ങളുടെ ഡ്രൈവറിനെ ഞങ്ങളുടെ വണ്ടീനെയും കാത്തിങ്ങനെ നിൽക്കണേണ്. പുറത്ത് ഞങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് പ്ലേ കാർഡ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അത് ലക്ഷ്യമാക്കി നോക്കിയതാ ഞങ്ങളുടെ വണ്ടി. ഞങ്ങളെയും കാത്ത് ഡ്രൈവർ ഒരു രസികനായ ഡ്രൈവറായിരുന്നു. ഞങ്ങൾ ഫുക്കറ്റിൻ്റെ പട്ടണത്തിലൂടെയുള്ള യാത്രയാണ്. തിരക്കിട്ട ഒരു നഗരപ്രദേശമാണ്. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ അദ്ദേഹമായിട്ട് കമ്പനിയായി. നല്ല ടൗണും നല്ല വൃത്തിയായ റോഡുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ യാത്രയുടെ മധ്യേ അവിടുത്തെ ക്യൂൻ കാസിൽ നിന്നിട്ട് അവിടുത്തെ രാജ്ഞിയുടെ ഭവനം റോഡിൻ്റെ സൈഡിൽ ഞങ്ങൾ കാണിച്ചു തന്നു. പിന്നീട് എനിക്ക് തോന്നിയത് ഓരോ ഭൂപ്രകൃതി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കേരളത്തിന് സമാനമായിട്ടുള്ളൊരു ഭൂപ്രകൃതിയായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ വളരെ സ്പീഡിൽ തന്നെ നമ്മുടെ വണ്ടി ലക്ഷ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഫുക്കറ്റിൻ്റെ അകത്തുള്ള പട്ടണമാണ്. ചെറിയൊരു പട്ടണമാണ്. അത് ഞങ്ങളുടെ ഹോട്ടലിന് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ താമസിക്കാൻ 4 ദിവസത്തേക്ക് താമസിക്കാൻ റിസർവ് ചെയ്തിട്ടുള്ള ഞങ്ങൾ ആഷ്ലി പ്ലാസ എന്ന് പറയുന്ന ബംഗ്ലാ റോഡിൻ്റെ ഒരു സൈഡിൽ തന്നെയുള്ള ഒരു 4-സ്റ്റാർ ഹോട്ടലാണ്. ഇത് നേരത്തെ ഗോപകുമാറിൻ്റെ ഒരു സുഹൃത്ത് വഴി എല്ലാം ഞങ്ങൾക്ക് ഹോട്ടൽസും അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷനൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നത്. അദ്ദേഹം ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റൂമൊക്കെ എടുത്തു. റൂമിപ്പോൾ ഞങ്ങളൊരു 12 മണിയായി ഇവിടെ എത്തിയപ്പോൾ. പക്ഷേ 2 മണിക്കാണ് ചെക്ക് ഇൻ. അപ്പോൾ അതുവരെ ഒരു റൂം തന്നു. എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഫ്രഷായിട്ട് രാവിലെ മുതൽ തലേദിവസം മുതലുള്ള ഭക്ഷണത്തിൻ്റെ ബുദ്ധിമുട്ടും യാത്രയുടെ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും അതിനെ ഈ നല്ല ചൂടായിരുന്നു കേട്ടോ. ഈ ചൂടിനെയൊക്കെ ഒന്ന് മാറ്റി ശീതീകരിക്കാൻ അല്പം സോഡാ വെള്ളമൊക്കെ കുടിച്ചു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടി ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി ഓർഡർ ചെയ്തു. നല്ല ആംബിയൻസ് ഉള്ളൊരു കഫേ പോലത്തെ ഒരു സംഭവമായിരുന്നു. ഇവിടെ നല്ല ഫുഡുകളും ഡ്രിങ്ക്സും ജ്യൂസും കോഫിയും എല്ലാം കിട്ടുന്ന ഒരു മനോഹരമായ സ്ഥലമാണത്. അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. കാര്യം ഇത്തരത്തിലുള്ള കഫേസ്
ഒരുപാട് എല്ലായിടത്തും ഇങ്ങനെയുള്ള കഫേകളാണ് ഉള്ളത്. പാശ്ചാത്യ രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഇൻറ്റീരിയറാണ് അതിൻ്റെ. വളരെ രസമാണ്. വളരെ ലൈറ്റായിട്ടുള്ള കളേഴ്സും വൈറ്റും ബ്ലൂവും കോമ്പിനേഷനുള്ള കളേഴ്സും. ഞങ്ങളങ്ങനെ ഈ ചൂടത്ത് ചൂട് പൊരിഞ്ഞ ചൂടാണ്. ഇതിനിടയിൽ ഞങ്ങൾ യാത്രയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളിവിടെ എത്തിയതിൻ്റെ സന്തോഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇത് ഞങ്ങളൊരു എല്ലാവരും ഒരേപോലെ തന്നെയാണ് വാങ്ങുന്നത്. ചിക്കനും നൂഡിൽസും കുറച്ച് വെജിറ്റബിൾസും സോസൊക്കെ ഇട്ടിട്ടുള്ളൊരു ഡിഷ്. എൻ്റെ പേരെനിക്കൊന്നും അറിയില്ല. ഭക്ഷണം കഴിച്ച് ഞങ്ങൾ റൂം ചെക്ക് ഇൻ ചെയ്തു. റൂമിനകത്ത് കയറി ഒന്ന് ഫ്രഷായി. ഇന്ന് ഞങ്ങൾ പൊതുവെ ടൂറുകളൊന്നുമില്ല, ഫ്രീ ആണ്. അപ്പോൾ ഫുക്കറ്റും ബംഗ്ലാ റോഡും വാക്കിംഗ് സ്ട്രീറ്റും നൈറ്റ് ലൈഫും ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാം, എൻജോയ് ചെയ്യാം, കാണാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞങ്ങൾ അവിടെ നിന്നൊരു ടുക്ക് വണ്ടി എടുത്തിട്ട് ബംഗ്ലാ റോഡ് ബീച്ച് സൈഡിലേക്കുള്ള റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നതാണ്. അതിനകത്ത് നമുക്കിഷ്ടമുള്ള പാട്ടുകളൊക്കെ വെച്ച് വരും കേട്ടോ അവർ. ബ്ലൂടൂത്ത് ബാക്കിൽ ഭയങ്കര സൗണ്ടുള്ള സബ്വൂഫേഴ്സും സൗണ്ടൊക്കെ വെച്ചിട്ടുള്ള യാത്രയാണ്. രസമാണ്. ഞാൻ എൻ്റെ ഫോണിൽ നിന്നും മോഹൻലാലിൻ്റെ അടിപൊളി പാട്ടുകളൊക്കെ വെച്ച് രാമായണക്കാറ്റൊക്കെ വെച്ചുള്ള യാത്ര എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് സിജു ഞങ്ങളുടെ ഏറ്റവും ചെറിയ കൊച്ചനിയനാണെങ്കിലും അവനായിരുന്നു താരം. പിന്നെ അങ്ങനെ ഫുക്കറ്റ് പത്തോങ് ബീച്ചിൻ്റെ സൈഡിലും ബംഗ്ലാബി റോഡിലൂടെയുള്ള യാത്രയാണ്. പത്തോങ്ങിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു സെൻട്രൽ മാളുണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ സെൻട്രൽ മാളിനകത്താണ്. ഇവിടെ ഒരു മാളിനകത്ത് ലിക്കർ ഷോപ്പുകളും കോസ്മെറ്റിക്സ് ഒക്കെ വിൽക്കുന്ന ഒരു നല്ല അടിപൊളി മാളാണ് ഇത്. ഫുക്കറ്റ് ഈ പറഞ്ഞ പോലെ പത്തോങ്ങിൽ തന്നെ ഉള്ള സെൻട്രൽ മാളിനോട് ചേർന്ന് അകത്തുള്ള ഒരു ലിക്കർ ഷോപ്പും അതിനോട് ചേർന്ന് തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ഡ്രിങ്ക്സ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ അവിടെ ബാറിൽ ഇത് ഡ്രിങ്ക്സൊക്കെ മിക്സ് ചെയ്ത് തന്നിരുന്നൊരു ലേഡിയായിരുന്നു, ഒരു പെൺകുട്ടി. അവർ നമ്മളോട് വളരെ സ്നേഹത്തോടെയായിരുന്നു പെരുമാറ്റങ്ങളൊക്കെ. അവർ സജസ്റ്റ് ചെയ്ത് 1-2 കോക്ടെയിൽസൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചു. അങ്ങനെ ഈ ഒരു വലിയ ദീർഘയാത്രയുടെ ക്ഷീണങ്ങളൊക്കെ പയ്യെ അവിടെ ഇറക്കി വെച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തമാശകളൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. എല്ലാവരും ഗോപനാണെങ്കിലും അല്പം എൻ്റെ തൊട്ട് പുറകെ ഇരിക്കണ ഗോപനാട്ടോ, ഗോപകുമാർന്ന് വിളിക്കണേ. ഞാനിപ്പോൾ അവനെ ഗോപാക്കു എന്നാണ് വിളിക്കണേ. ഇത് ഈ സെൻട്രൽ മാളിനകത്തുള്ള കോസ്മെറ്റിക്സും അങ്ങനെയൊക്കെയുള്ള വളരെ ലോകോത്തര ബ്രാൻഡുകൾ മാത്രം വെക്കുന്ന ഒരു അടിപൊളി ഒരു ഫ്ലോർ മുഴുവനും. എൻ്റെ മുകളിലേക്കൊന്നും കയറിയില്ല, പക്ഷേ ഈ ഫ്ലോർ മുഴുവനും ഇങ്ങനത്തെ കോസ്മെറ്റിക്സും അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ്. മേക്കപ്പ് സെറ്റ്സ്, സ്കിൻ കെയർ, ഹെയർ കെയർ, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള ആക്സസറീസ്, ഡ്രസ്സിങ്ങിൻ്റെ ആക്സസറീസ്, നല്ല ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അതിനകത്ത് മുഴുവനായിട്ട് ഞാൻ കണ്ടത്. നല്ല രസമുള്ള അനുഭവം, കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു ഇത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഇതൊക്കെ കണ്ടു. നല്ല റിങ്സൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻഡായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഞങ്ങൾ സെൻട്രൽ മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. വിശാലമായ ഒരു എൻട്രൻസാണ്. വളരെ കാമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നല്ല ലൈറ്റിങ്ങും, എവിടെ നോക്കിയാലും ഇവിടെ ഭയങ്കര ലൈറ്റിങ് കേട്ടോ. ഭയങ്കര നീറ്റുമാണ്. പിന്നെ സാധാരണ നമ്മുടെയൊക്കെ നാടുകളിലൊക്കെ ഷോപ്പിംഗ് അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഏരിയകളിലുള്ള പോലെയുള്ള എന്താ പറയണേ, ഒരു തട്ടിപ്പ് പരിപാടികളൊക്കെ എനിക്ക് അധികം ഇവിടെ കാണാൻ പറ്റിയില്ല. ഞങ്ങളങ്ങനെ പയ്യെ മാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ എന്താണ് വേറൊരു മാളിവിടെ ഉണ്ട്. അവിടെ അതിൽ ഞങ്ങൾ കയറിയില്ല കേട്ടോ, സമയം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സിൽ തന്നെയാണ് ഈ വാക്കിംഗ് സ്ട്രീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ആദ്യത്തെ ദിവസം പത്തോങ്
മറ്റേ വാക്കിംഗ് സ്ട്രീറ്റിനകത്തേക്ക് കിടക്കുകയാണ്. ഇവിടുത്തെ ഒരു കാഴ്ച എന്ന് പറയുന്നത് എന്താ പറയണ, നമ്മുടെ രാജ്യങ്ങളിൽ, നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണാൻ പറ്റില്ല. ഇത് പല വീഡിയോസിലും പല ആൾക്കാരും പറഞ്ഞും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു വേറൊരു അനുഭവമായിരുന്നു. കാര്യം ഇത്രയും ചെറിയൊരു സ്ഥലത്ത്, എനിക്ക് തോന്നിയത് നമ്മുടെ ബ്രോഡ്വേ പോലെയുള്ളൊരു സ്ഥലമാണ്. അത്രയും സ്ഥലത്ത് രണ്ട് സൈഡും പ്രത്യേകിച്ച് ബാറുകൾ, മ്യൂസിക്, ഇത് പബ്ബുകൾ, പിന്നെന്താ പറയുക, ഇത് ട്രാൻസ്ജെൻഡേഴ്സാണ് ഈ കാണുന്നത്. ഇവരുടെ ഈ കോസ്റ്റ്യൂംസിൻ്റെയൊക്കെ ഒപ്പം ഫോട്ടോ എടുക്കണമെങ്കിൽ 100 ബാത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഫോട്ടോ എടുക്കാം. നമ്മളതിന് മുതിർന്നില്ലല്ലോ, അല്ലാണ്ട് എടുത്തപ്പോൾ തന്നെ അവർ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് അവസാനിപ്പിച്ചു. പിന്നെ ഇങ്ങനെ എന്താണ്, ഇത് ഈ ഡ്രഗ്സ്, മീൻസ് കഞ്ചാവ് പോലത്തെ സാധനങ്ങളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ അവിടെ ലീഗലാണ്. അവിടെ ഇല്ലീഗലായിട്ട് ഒന്നുമില്ലയെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ലീഗലാണ് അവിടെ. എന്താ പറയുക, ബാറുകളിൽ ഇതേപോലെ ന്യൂഡ് ഡാൻസുകൾ, ഇതൊക്കെ കാണാനും എനിക്ക് ഫോറിനേഴ്സ് വരെയും ഇത് ആദ്യമായിട്ട് കാണുന്ന പോലെയാണ് എനിക്ക് ഇവിടുത്തെ കാഴ്ചകളുണ്ടപ്പോൾ മനസ്സിലാകുന്നത്. ഇവരൊക്കെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വരികയും ഇതൊക്കെ ഇവിടുത്തെ പ്രാദേശികരായ വാസികളാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ 10ാം വാക്കിംഗ് സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഹോട്ടലിനോട് ചേർന്നുള്ള ഒരു മാർക്കറ്റുണ്ട്, ഒരു സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന. അവിടെ ഒന്ന് ജസ്റ്റ് കയറി അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഓടിച്ചിട്ട് ഒന്ന് കയറി കണ്ടു. അധികം ഭക്ഷണങ്ങളൊന്നും കഴിച്ചില്ല. ഇനി ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. അതെന്തായാലും ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ യാത്രയുടെ ക്ഷീണവും മറ്റുമായിട്ട്, എന്നാലും ഇപ്പോൾ ഏതാണ്ട് ഒരു 2:30 മണിയായി വെളുപ്പിനെ. അപ്പോൾ ഏതാണ്ട് അവസാനിപ്പിക്കുക. എന്നാലും ഇത് കണ്ടപ്പോൾ ഒരു വീഡിയോ ഓടിച്ചിട്ട് എടുത്തേക്കാം എന്ന് കരുതി. എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ എല്ലാ തരം ഭക്ഷണങ്ങളും, ഞണ്ടാണെങ്കിലും വലിയ ചെമ്മീനാണെങ്കിലും കൊഞ്ചാണെങ്കിലും, മീൻസ് കൂന്തൽ പോലെ സ്ക്വിഡ് പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ചിക്കൻ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എല്ലാം അപ്പം തന്നെ കുക്ക് ചെയ്ത് തന്നെയാണ്. നല്ല ടേസ്റ്റി ഫുഡായിട്ടാണ് എനിക്ക് എന്നുവെച്ചാൽ ഫ്രഷ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് വയറിന് അസുഖം വരുമെന്നുള്ള പേടിക്കേണ്ട ആവശ്യമൊന്നും തോന്നണില്ല. കഴിച്ചു നോക്കിയില്ല, മറ്റൊരു ദിവസത്തേക്ക് ആക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഞങ്ങൾ വാക്കിംഗ് സ്ട്രീറ്റിൽ നിന്ന് കുറേ ഭക്ഷണങ്ങൾ ഒക്കെ കഴിച്ചായിരുന്നു. പാർട്ടി മൂഡിലുള്ള ഫുഡുകളെല്ലാം കഴിച്ചായിരുന്നു. പിന്നെ ഒരുപാട് യാത്രയും ചെയ്തുകൊണ്ട് വലിയൊരു സാഹസത്തിന് മുതിർന്നില്ല. അടുത്ത ദിവസങ്ങളുണ്ടല്ലോ, ഇനിയും 3 ദിവസം ഉണ്ടല്ലോ എന്ന് കരുതി അതൊക്കെ അതിനു വേണ്ടി പയ്യെ മാറ്റി വെച്ചു. എന്താ പറയുക, ഭയങ്കര സന്തോഷത്തോടെയാണ് ഇന്നത്തെ ദിവസം നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഇനിയും കുറേ കാഴ്ചകളുണ്ട്. ഫുക്കറ്റിൽ നമ്മൾ അടുത്ത ദിവസം ജെയിംസ് ബോണ്ട് ഐലൻഡ് പോകുന്നുണ്ട്. പിന്നെ ഫാൻറ്റസി ഡിന്നറുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണിക്കാം. എന്തായാലും ഈ വീഡിയോസ് ഇന്ന് ഞാനിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ 2-3 ദിവസത്തെ ഫുക്കറ്റ്, ഇനിയുള്ള 2-3 ദിവസത്തെ ഫുക്കറ്റും ബാങ്കോക്കിൻ്റെ ബാക്കി കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.